നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണെന്ന് നോക്കാം. ഇന്നലെ ലേറ്റ് നൈറ്റിൽ ഉറങ്ങുമ്പോൾ അതിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ എന്താണ് ചിന്തിച്ചിരുന്നത് നോക്കാം. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. പേഴ്സൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. മുഖം മനസ്സിലോർക്കുക. എന്താണ് അയാൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചത്? 9 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. അയാൾക്ക് ഭയമുണ്ടെന്നാണ് കാണുന്നത്. എന്താണ് ഭയം? എംപ്രസ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ വളരെ മോഡസ്റ്റ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള ലേഡി ആയിരിക്കാം ചിലപ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു രൂപത്തെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തെ ആയിരിക്കാം അയാൾ ഭയപ്പെടുന്നുണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ പേഴ്സണാലിറ്റിയെ അയാൾ പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണോ അതിനെ നിങ്ങളുടെ പേഴ്സൺ ഭയപ്പെടുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, 2 കാർഡ് വന്നു. 10 ഓഫ് കപ്സും 2 ഓഫ് വാണ്ടും ആണ്. അപ്പോൾ മോസ്റ്റ്ലി നിങ്ങളുടെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ള ആളുകളാണ് എങ്കിൽ നിങ്ങളുടെ ഫാമിലി റീയൂണിയന് വേണ്ടിയിട്ട് അയാൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോംസിലെല്ലാം പോയിട്ട് അയാൾ നിങ്ങളെ സെർച്ച് ചെയ്തായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അയാൾ നിങ്ങളെ സെർച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളുടെ വെയർ അബൌട്ട്സ്, നിങ്ങളുടെ സ്റ്റേറ്റസ്, നിങ്ങളുടെ അപ്ഡേഷൻസ് എല്ലാം അയാൾ നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഫാമിലിയിലേക്ക് എങ്ങനെ തിരിച്ചു വരാം, നിങ്ങൾ ഒരു ഫാമിലിയൽ ബോണ്ടേജ് ഉള്ള ആളാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലേക്ക് എങ്ങനെ തിരിച്ചു വരാമെന്നും അയാൾ നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് 2 കാർഡ്സ്. ദെൻ 10 ഓഫ് സ്വോർഡാണ്. അയാൾക്ക് ഒരു തകർച്ചയാണ്, ഒരു പെയിൻഫുൾ എൻഡിങ് ആണ്. ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്തിട്ടുള്ള പെയിൻഫുൾ എൻഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിച്ചതിൻ്റെ ഒരു ദുഃഖമോ എല്ലാം ആയിരിക്കാം. വീണ്ടും പേടിയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ആലോചിക്കുക. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ പേടിയുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? ആ പേടി കൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതുകൊണ്ടാണ് ഇയാൾക്ക് പേടി. അപ്പോൾ ഇതിൻ്റെ ക്ലാരിറ്റി ആണല്ലോ ഇത്. അപ്പോൾ ഇയാൾക്ക് പേടിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നേക്കുമായിട്ട് എൻ്റെ പൈ പോയോ എന്ന് അയാൾ പേടിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ഒരു ആക്സസ് അയാൾക്ക് കിട്ടുന്നുണ്ടാവില്ല, നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ അയാൾക്ക് എത്താൻ പറ്റുന്നുണ്ടാവില്ല, നിങ്ങളെക്കുറിച്ച് യാതൊരു കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പം ഇയാൾ സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കും, അറിയാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ നിങ്ങളുടെ വെയർ അബൌട്ട്സ് അയാൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അയാൾക്ക് പേടിയുണ്ട്, വീണ്ടും പേടിയാണ്. അതുപോലെ ഒരുതരം മാനസിക വിഷമവും ഡിപ്രഷനും ഉണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് പൂർണ്ണമായും എൻ്റെ പൈ പോയോ എന്നുള്ളത് ഓർത്തിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്. താങ്ക് യു.